എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ആയുർവേദത്തിൽ വളരെ വിശേഷപ്പെട്ടൊരു കഞ്ഞിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. കർക്കിടക കഞ്ഞി അഥവാ ഔഷധക്കഞ്ഞി. ചേരുവകൾ: കുരുമുളക്, ജീരകം, ഉലുവ, ചെറുപയർ, ഏലക്ക, ആശാളി, ഞവര അരി, തേങ്ങ ചിരകിയത്, ചുമന്നുള്ളി, വെളുത്തുള്ളി, ദശമൂല കഷായ ചൂർണം, കക്കുകായ, അഷ്ടചൂർണം, നെയ്യ്, ചുക്ക്. ഇതാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇതിൽ നമുക്ക് ഞവര അരി, ചെറുപയർ, ആശാളി, ഉലുവ ഇത് 4 കുതിർത്തി വെള്ളത്തിലിട്ട് തലേന്നേ കുതിർത്തി വെച്ചിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാനായിട്ട്. കക്കുകായയുടെ തോട് പൊട്ടിച്ച് അതിൻ്റെ പരിപ്പെടുത്ത് അതും കുതിർത്തി അത് പേസ്റ്റാക്കി അരച്ചിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ വേവിക്കുന്നത് കഷായത്തിലാണ്. ദശമൂല കഷായം നമുക്ക് ആയുർവേദ കടയിൽ വാങ്ങാൻ കിട്ടും. ദശമൂല കഷായത്തിൻ്റെ പൊടിയായിട്ട് വാങ്ങാൻ കിട്ടും. അതിലാണ് നമ്മൾ ഈ കഞ്ഞി കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്നത്. ഇനി കുതിർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത ശേഷം ദശമൂല കഷായം നമ്മൾ കിഴി കെട്ടി വെച്ച് അത് വറ്റിച്ച്, ഇപ്പോൾ 1 ലിറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് 500 ml ആയിട്ട് റെഡ്യൂസ് ചെയ്ത ശേഷം ആ കഷായം നമ്മളിതിലേക്ക് ഒഴിക്കുക. സ്പൈസസ് ആയി കുരുമുളക്, ഏലക്ക, ജീരകം, പിന്നെ ഇന്ദുപ്പ് കൂടി ആഡ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ കഞ്ഞി വേവിക്കുക. അതിലേക്ക് നമുക്ക് അഷ്ടചൂർണം കടയിൽ വാങ്ങാൻ കിട്ടും. അഷ്ടചൂർണം 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് തിളച്ച ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ നെയ്യിൽ മൂപ്പിച്ച ഉള്ളി, വെളുത്തുള്ളി, ഇത് ജസ്റ്റ് ടേസ്റ്റിനാണ്. ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ആഡ് ചെയ്ത് നമുക്കൊരു 7 days കണ്ടിന്യൂസ് ആയിട്ട് മോർണിംഗ് ഓർ ഈവനിങ് കഴിക്കുക. ആ സമയത്ത് നോൺ വെജ് ഒന്നും കൂട്ടാതിരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.